അസ്സലാമലൈക്കും. ഇതെന്റെ 3 മക്കളാണ്. മക്കൾ തലസിന്റെ രോഗികളാണ്. വർഷങ്ങളായി എല്ലാം ശരിയാകും മുത്തേ, എല്ലാം ശരിയാകണം. എന്റെ പൊന്നു വിഷമിക്കല്ലോ. ഞങ്ങളെ വിധി ആർക്കും കൊടുക്കല്ല. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലാത്തത് കൊണ്ടാണ് ഈ 3 പൈതമക്കൾക്ക് ഈ വിധി തന്നത്. എന്റെ മക്കളില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്റെ പൈതമക്കളും 3 പേരും അനുഭവിക്കുന്ന വേദനകളെല്ലാം ഞാനെല്ലാം കാണുന്നത്. എന്റെ പൊന്നു മക്കളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് 3 മക്കൾക്കും ക്യാൻസർ ബാധിച്ചിട്ട് ഈ 3 മക്കളുടെയും മച്ച മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ നിലനിർത്താൻ ഒരു വഴിയുമില്ലാതെയാണ് ഈ ഒരു ഉമ്മ ഈ 3 മക്കളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കുഞ്ഞു മക്കളുടെ ജീവൻ നിലനിർത്താൻ ഈ 3 പേർക്കും എല്ലാ മാസവും 2 തവണ വെച്ചിട്ട് ശരീരത്തിലെ ബ്ലഡ് മാറ്റി കയറ്റിയാൽ മാത്രമാണ് ഇവർക്ക് വേദനയില്ലാതെ കടന്നുറങ്ങാൻ സാധിക്കുള്ളൂ, ഇവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ. ആ ഒരവസ്ഥയിൽ ആ മക്കളെയും കൈപിടിച്ച് ഈ ഉമ്മ അങ്ങനെ മുന്നോട്ട് പോവാം. ആ രോഗം ബാധിച്ച് ക്യാൻസർ എന്ന് പറയുന്ന തലാസീമിയ മേജർ എന്ന് പറയുന്ന ആ മാരകമായ ക്യാൻസർ അത് കൂടുതലായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റി ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ച് മുഹമ്മദ് ഫൈസി എന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പൊന്നുമോൻ ഇന്നലെ വരെ വെന്റിലേറ്ററിലാണ്. ഇന്നാണ് അവന് റൂമിലേക്ക് മാറ്റിയത്. ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു രോഗം ഈ 3 മക്കളുടെയും ശരീരത്തെ ഇങ്ങനെ കാർന്നു തിന്നിട്ട് ഇല്ലാതാക്കുമ്പോൾ ആ കഠിനമായ വേദന സഹിച്ചിട്ട് ഈ മക്കൾ മരണം കാത്തു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ മച്ച മാറ്റിവെക്കണമെങ്കിൽ 1,30,00,000 രൂപയാണ് കണ്ടെത്തേണ്ടത്. ആ ഉമ്മാനെയും മക്കളെയും ഇതിന്റെ പുറത്തേക്ക് നിർത്തിയത് എന്തിനാണെന്ന് അറിയാമോ? അവര് കഴിഞ്ഞ ദിവസം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കും എന്റെ മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗമില്ല, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ക്യാൻസർ രോഗികളായിട്ടുള്ള 3 മക്കൾ, ഈ കിടക്കുന്ന അഹമ്മദ് ഫൈസി അടക്കം അവന്റെ 2 ഒരു അനിയനും അനിയത്തി അടക്കം ഈ 3 മക്കൾക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ആ മക്കൾക്ക് മജ്ജ മാറ്റിവെച്ചാലേ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ഘട്ടത്തില് ജനിച്ച നാള് മുതൽ ഈ മക്കൾക്ക് എല്ലാ മാസവും 2 നേരം വെച്ചിട്ട് ബ്ലഡ് മാറ്റി കയറ്റിയിട്ട് ജീവൻ നിലനിർത്തി ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഉമ്മയും ഒരു മക്കളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കാണുക. കാരണം ഒരു കുടുംബത്തിലെ 3 മക്കൾക്ക് രോഗം ബാധിച്ചാല് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം ആ കുടുംബം പ്രയാസപ്പെടുന്നുണ്ടാവുന്ന അത്രയും ദുരിതത്തിലാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് കൊടുത്തിട്ട് 1,30,00,000 രൂപ കണ്ടെത്തി. കാരണം ഫൈസി ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരാളാണ്. അവൻ ഞങ്ങളുടെ കൂട്ടുകാരനുപരി ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് അവനെ കാണുന്നത്. അവനിപ്പോൾ ഡോക്ടർ പറയുന്നത് മജ്ജ മാറ്റി വെക്കണം, ഉടനെ തന്നെ ഒത്തിരി പൈസ കൊടുക്കണം, അവൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ പൈസ തിരിച്ചു വരണം. ഇപ്പോൾ 3 പേർക്ക് ക്യാൻസറാണ്, എല്ലാവരും സഹായിക്കണം. ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ചങ്ങനാശ്ശേരി നഗരസഭ 33ാം വാർഡിലെ കൗൺസിലറാണ് ഞാൻ. എൻ്റെ പേര് ബാബു തോമസ്. എൻ്റെ വാർഡിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വളരെയേറെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുബാറക് സൈബുന്നിസ ദമ്പതികളുടെ 3 പിഞ്ചുകുട്ടികൾ 12, 11, 8 വയസ്സുള്ള ഈ കുട്ടികൾ വളരെ മാരകമായ രോഗത്താൽ ആ കുടുംബവും അതേപോലെ തന്നെ നാട് മുഴുവൻ വളരെയേറെ വിഷമത്തിലാണ്. ഉടൻ തന്നെ 3 പേരുടെയും ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏകദേശം 1,30,00,000 രൂപയോളം ആവശ്യമായിട്ടുണ്ട്. ഉണ്ടാകണമേ എന്ന് വളരെ വിനയപൂർവ്വം സ്നേഹപൂർവ്വം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് ഫൈസി, അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനിയൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനിയത്തി, ഈ 3 മക്കളുടെയും കൂടെ പഠിക്കുന്ന അവന്റെ കൂട്ടുകാരൊക്കെയാണ് ഈ നിൽക്കുന്നതെല്ലാം. തൻ്റെ കൂട്ടുകാർക്ക് 3 കുട്ടികൾക്കും മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിട്ട് ആ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് അവരുടെ വേദന കണ്ടിട്ടാണ് ഈ നിൽക്കുന്ന അവരുടെ കൂട്ടുകാർ ഈ മക്കള് നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഒരു പക്ഷേ ലോകത്ത്
ഒരു ഉമ്മയും ഒരു മക്കളും ഇതുപോലെ വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം തനിക്കുണ്ടായ 3 മക്കൾക്കും മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് ഈ 3 മക്കളും മരണം കാത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ആ മക്കളുടെ ജീവൻ രക്ഷിക്കാനാ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഈ മക്കളുടെ കണ്ണീര് കണ്ടിട്ടെങ്കിലും കൂടെ പഠിക്കുന്ന അവന്റെ കൂട്ടുകാരാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് 3 മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. 1,30,00,000 രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.